അമ്മു, എന്താടി നീ ഇത്ര താമസിച്ചേ? ഇവിടെ പോയിരിക്കായിരുന്നു? വേദാന്ത ടവൽ അന്വേഷിക്കായിരുന്നു, അതെടുത്തു കൊടുത്തിട്ടാ വന്നേ. ഓ അതെയോ? അവിടെ പോയിരിക്കേ. ചെറുക്കനും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടന്നാലോ? നിങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം? പറയൂ സിദ്ധാർത്ഥ്. താരണേ, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. കുറച്ച് നാണമൊക്കെ ഉണ്ടാവില്ലേ? എന്താണെങ്കിലും ശരി, വീട്ടിൽ പോയിട്ട് കാര്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് അമൂല്യ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി അമൂല്യയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞാ അതുമാത്രം മതി. ദൈവം എത്ര വലിയവനാണ്. എന്റെ മകൾക്ക് നല്ല ബുദ്ധിയാ കൊടുത്തത്. സംസാരിക്കാൻ വിട്ടപ്പോ ആവശ്യമില്ലാത്തൊന്നും സംസാരിച്ചില്ലെന്നാ തോന്നുന്നേ. എല്ലാ ഡോറും ക്ലോസ് ആയി തോന്നുന്നു. അമൂല്യക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ല. മിണ്ടാതെ സമ്മതിക്കടി. നിനക്ക് ഇതിനേക്കാളും നല്ല ബന്ധമൊന്നും എനിക്ക് കിട്ടാനില്ല. അമൂല്യ, ഇനി നിന്റെ അവസരമാണ്. നിന്റെ അഭിപ്രായം പറയാനുള്ള സമയമാണ്. നിനക്ക് സത്യത്തിൽ പയ്യനെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ സമ്മതിക്കാവുള്ളൂ അമ്മു. ചേച്ചിയുടെ മുഖം കണ്ടിട്ട് എന്ത് പറയുമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സാരമില്ല, പറഞ്ഞോളൂ അമൂല്യ. ഞാൻ ഇനി എന്ത് പറയാനാ? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ എന്ത് ഇഷ്ടമായെങ്കിൽ എനിക്കും ഈ കല്യാണത്തിന് സമ്മതം. നിന്നെ പോലൊരു നല്ല കുട്ടിയെ എന്റെ മരുമകളായി കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. നിനക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട്. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു മഹാലക്ഷ്മിയായി വരുന്നതിനേക്കാൾ വേറെ ഒരു സന്തോഷവും ഞങ്ങൾക്കില്ല. ചേട്ടന്റെ മുഖം കണ്ടിട്ട് ചേട്ടൻ എന്തോ മനസ്സിൽ വെച്ച് വിഷമിക്കുകയാണെന്ന് തോന്നുന്നു. പാവം വിഷമം ഉണ്ടാവും. ചേട്ടനും അമൂല്യം തമ്മിൽ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. അതെ, ചോദിക്കും നിങ്ങള്. ഇപ്പൊ അല്ലാതെ പിന്നെ എപ്പ ചോദിക്കാനാ? നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. നിങ്ങളുടെ മകളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങളുടെ മൂത്ത മകളുടെ കൂടെ തന്നെ ഇവളുടെയും കല്യാണം നടത്തിക്കൂടെ? നിങ്ങൾക്കും അതൊരു വലിയ സഹായമാകും. ചെലവിനെ പറ്റിയൊന്നും നിങ്ങൾ ആലോചിക്കേ വേണ്ട.
അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ, എനിക്കിപ്പോ എത്ര സന്തോഷമാണെന്നറിയോ. ഞാനിപ്പോ എന്താ പറയണെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഫാൻ ഇട് മോനെ. അയ്യോ, വെറുതെ ഇരിക്കുന്നേ, ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും ഞാൻ മധുരം കൊടുക്കട്ടെ. ദാ പിടിക്ക് ധാരണി. സ്ത്രീകളെ ഇഷ്ടമല്ലാത്ത വേദാന്ത് മേനോന്റെ ഒപ്പം ഒരു സ്ത്രീ ഒരു രാത്രി മുഴുവൻ ചിലവഴിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ ഈ വിവരം പുറത്തറിയാൻ കഴിഞ്ഞത്. ലൈംഗിക അതിക്രമം ആരോപിച്ചാണ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നാണ് വിവരം. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരുന്നു. പെണ്ണിന്റെ കംപ്ലൈന്റിൽ ഏത് രാത്രിയാണോ ഹാരാസ്മെന്റ് നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ രാത്രി മുഴുവൻ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ദിവസം വൈകിട്ട് 4 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. പെണ്ണിന്റെ കംപ്ലൈന്റിൽ ഏത് രാത്രിയാണോ ഹാരാസ്മെന്റ് നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ രാത്രി മുഴുവൻ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ ഇത്? ഈ ടിവിയിൽ എന്താ ഈ കാണിക്കുന്നത്? ആന്റി, അത് അന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാ മതി, ഒന്നും പറയണ്ട. എല്ലാം ഞങ്ങൾക്ക് ക്ലിയറായി. താരുണി, ഞാനൊന്നും പറയട്ടെ. ഒന്നും പറയണ്ട. മകള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടിവിയിൽ വരെ വന്നു തുടങ്ങി. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അമൂല്യ, ഇനിയിപ്പം ഒന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മകള് കാണിച്ച ഈ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ ചേർന്നിട്ടാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. നല്ല സമയത്താ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ചതി പെട്ടുപോയേനെ. നാല് പെൺമക്കളുണ്ടെന്ന് കരുതി എല്ലാവരെയും സംസ്കാരത്തോടെയാ വളർത്തിയെന്ന് വിചാരിച്ചു. പെണ്ണ് കാണാൻ വന്നപ്പം നിങ്ങളുടെ മകൾ എന്താണ് ഈ ചെയ്തു വെച്ചേക്കുന്നത് നോക്കൂ. പണമില്ലാത്തത് ഒരു പ്രശ്നമായിരുന്നില്ല, അന്തസ്സും ആസ്തിയും ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു തരി മര്യാദ പോലും ഇല്ലല്ലോ. ഇവരുടെ സ്വഭാവം ഇതാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇനി ഇവരുടെ കല്യാണം നടക്കൂ? എന്തായാലും എല്ലാവരുടെയും മുന്നിൽ അവിടെ നാണം കെട്ടല്ലോ, അത് മതി. ദയവേത് ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ കേട്ടതൊന്നും സത്യമല്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല. എന്നുവെച്ചാ നിങ്ങൾക്കിടയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ്. കൂടുതൽ സംസാരിക്കണ്ട. എന്റെ അമ്മയോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്റെ അമ്മ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ന്യൂസിൽ പറയുന്ന കേട്ട് ഓരോ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കാതെ ഞാൻ പറയുന്ന എന്താണെന്നൊന്ന് കേക്ക്. Shut up. The great businessman വേദാന്ത് മേനോൻ നിങ്ങളുടെ വീടിന്റെ മുൻപിൽ ഒരു റൗഡിയെ പോലെ നിന്നപ്പോ ഞാൻ മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഹലോ മിസ്റ്റർ, തോന്നിവാസം പറയരുത്. You shut up, I say. ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. സിദ്ധാർത്ഥ്, പ്ലീസ്, ഈ കാര്യത്തിൽ അദ്ദേഹം ഇനി ഒന്നും പറയണ്ട. ഒരുത്തന്റെ കൂടെ ഫുൾ നൈറ്റ് സ്പെൻഡ് ചെയ്ത നീ വേറൊരുത്തന്റെ കൂടെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചല്ലോ.
നാണമാവില്ലേ നിനക്കൊന്നും? നാണമാവില്ലേ നിനക്കൊന്നും? അമ്മേ, ഇനി എന്തിനാ നോക്കി നിൽക്കുന്നേ? ഇതെന്താ വേഗം ഇറങ്ങുന്നത്? ഇത്ര പെട്ടെന്ന് നിശ്ചയമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട ഈ പെണ്ണിനെ. നിങ്ങൾ നടക്കും. പ്രമേ, നിങ്ങൾ എല്ലാരും വെറുതെ ടെൻഷൻ അടിക്കുന്നോർത്ത് ഞാൻ പറയാതിരുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ. അവിടെ എന്താ നടന്നതെന്ന് ഞാനെല്ലാം പറയാ അച്ഛ. നിന്നെന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അമൂല്യ. അച്ഛ കരയില്ലേ അച്ഛ? അച്ഛൻ തലകുനിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റാണ്. ഞാൻ ഈ കാര്യം നിങ്ങളെ മറച്ചു വെച്ചു. എഴുന്നേക്കോ. ഇവളെ അനുകൂലിച്ച് ഇനി ഈ വീട്ടിൽ ആരും ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. ഇവക്ക് വേണ്ടിയാണല്ലോ വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെട്ട് വയറും മുറുക്കി ഞങ്ങള് ജീവിച്ചത്. ഇതുവരെ ഞങ്ങളുടെ ജീവിതം നശിച്ചത്. ചെറിയമ്മേ പ്ലീസ് സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല. എനിക്കാരും പറയുന്നൊന്നും കേക്കണ്ട. ഇത്രയും നാളും എനിക്ക് പറഞ്ഞു നടക്കാൻ കാശും ബംഗ്ലാവും പ്രശസ്തി ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരോട് എന്റെ പെൺമക്കളെ കണ്ട് പഠിക്ക് എന്നെങ്കിലും ഞാൻ അവരോട് പറയായിരുന്നു. എന്റെ പെൺമക്കളെ ആരും കൈചൂണ്ടി സംസാരിക്കാതിരിക്കാൻ അവരാരും ഒരു തെറ്റും ചെയ്യില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആരെങ്കിലും എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞ എന്റെ മക്കളെ കുറിച്ച് പറയാൻ നിങ്ങൾക്കൊരു യോഗ്യതയില്ലെന്ന് പറഞ്ഞ് ഞാൻ അവരോട് വഴക്കിടുമായിരുന്നു. എന്താന്നറിയോ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മക്കളുടെ പേരിൽ ഞാൻ 4 ആൾ അറിയുന്നുള്ളൊരു ബലമായ വിശ്വാസം എന്റെ ഉള്ളിൽ എന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നുണ്ടായത് എന്റെ വീട്ടിൽ ഞാൻ തന്നെ എന്റെ മുഖം കുനിച്ച് നിൽക്കേണ്ടി വന്നല്ലോ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പാതാളത്തിലേക്ക് വീണ പോലെ ആയല്ലോ ദൈവമേ. ദയവേത് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇങ്ങനെ ശാസിക്കുക മാത്രം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. ഇതിന്റെയൊക്കെ കാരണം അവള് മാത്രമല്ല, ഞാനും കൂടെ. ഇങ്ങനൊരു അവമാനത്തെക്കാൾ നല്ലത് ഒരു തുണി കഴുത്തിൽ മുറുക്കി എല്ലാരും കൂടി ചാകുന്നതാ. അപമാനം എന്നത് വിഷം പോലെ തന്നെയാ.
മര്യാദയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യന് അപമാനത്തെക്കാൾ വേറെ വലിയൊരു വേദനയില്ല. മിഡിൽ ക്ലാസ് ജനങ്ങളാ നമ്മളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയല്ല. നമ്മുടെ വീട്ടിൽ ചെറിയൊരു സന്തോഷം പോലും ഉണ്ടായാലും അതിന്റെ പിന്നിൽ വലിയൊരു ത്യാഗത്തിന്റെ കഥ തന്നെ പറയാനുണ്ടാകും. അഭിമാനവും മര്യാദയും എന്നും നിലനിൽക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും മര്യാദയോടുകൂടി ജീവിക്കേണ്ട അത്യാവശ്യമാണ്. നോക്ക്, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ അച്ഛന്റെ മുഖം ഒരു തവണയെങ്കിലും നോക്ക്. നിങ്ങളെല്ലാവരെയും ഇത്രയും വളർത്തി വലുതാക്കാൻ വേണ്ടി നിങ്ങളുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരിക്കലും കരഞ്ഞു കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് നോക്ക്, അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? ചെറിയമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും മിണ്ടായിരിക്കും സിദ്ധാർത്ഥ്. അമ്മ ഒരു മിനിറ്റ് പോയത്. നിങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് പറ്റിച്ചു. വീടിന്റെ മര്യാദ കളഞ്ഞവളുടെ കൂടെ നിന്ന് സംസാരിച്ചാൽ നിന്നെ കൊല്ലും ഞാൻ. അമൂല്യ ആൺകുട്ടിയാണ്, അമൂല്യ ഏറ്റവും നല്ല കുട്ടിയാണ്, അമൂല്യ സ്ട്രോങ് ആണ്, അമൂല്യ കഷ്ടപ്പാട് അറിയുന്നോളാണ്. ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞ് ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നതാണെന്നറിയോ? നീ തന്നെ എന്നെ അപമാനിച്ചെന്നോർത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പറയേ, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് നീ തന്നെ പറ. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നീ കള്ളം പറയരുത്. വിളിച്ചാലും വരാത്ത വേദാന്ത എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നേ? പറയേ. നീ തന്നെ നിന്റെ വക്കാലത്ത് പറയാൻ വിളിച്ചു വരുത്തിയാണോ? നിന്റെ ചേച്ചി ആ വീട്ടിലേക്ക് മരുമകളായി പോകേണ്ടതാ. അങ്ങനെയുള്ളപ്പോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ പോലും അറപ്പ് തോന്നുന്നു. എന്താ അമ്മേ? വാടി എന്റെ കൂടെ, ഒരക്ഷരം മിണ്ടരുത്. അമ്മയ്ക്ക് തല്ലണമെങ്കിൽ എന്നെ ആദ്യം തല്ല, അമൂല്യയല്ല. അതിനു മുമ്പേ അമ്മ സത്യം എന്താണെന്നറിയണം. അമ്മേ, എന്തുവാ അമ്മേ? അവിടെ എന്തോ നടക്കുമ്പോ എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ഇതെല്ലാം നടന്നതും നടക്കുന്നതും എല്ലാം നീ കാരണമാണെന്ന് മറന്നോ നീ? എല്ലാ അനിഷ്ടത്തിനും കാരണം ശനീശ്വരനാന്ന് പറയുന്ന പോലെ ഈ അമ്മയുടെ ഒരു കാര്യം. പ്രേമി അടിച്ചതിനേക്കാളും ശക്തിയോടെ ഞാൻ അടിക്കുന്നില്ല. നിന്റെ മേല് നീ സത്യം വെച്ചതുകൊണ്ട് മാത്രമാണ് അവിടെ അത്രയൊക്കെ സംഭവിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ഞാൻ വെറുതെ നിന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും മിണ്ടാതിരിക്ക. നീ ഇതുപോലത്തെ സ്വഭാവം കാണിച്ചാ നീ എന്റെ മകളാണെന്ന് പോലും ഞാൻ നോക്കില്ല. ചതി കാണിച്ച് വിക്കിയുടെയും ആരതിയുടെയും കല്യാണ നിശ്ചയം നിർത്താൻ വേണ്ടി വേദാന്തിനെ ജയിലിലേക്ക് പറഞ്ഞയച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? വീണ്ടും വീണ്ടും അത് തന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? തെറ്റ് സംഭവിച്ചു, ഇനി ഇങ്ങനെ സംഭവിക്കില്ലെന്ന് പറഞ്ഞ് സോറി പറഞ്ഞല്ലേ? ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം?
പോയി നിന്റെ കുഞ്ഞമ്മയുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കേ. വേദാന്തിന്റെ അടുക്ക പോയി നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനാണ് കാരണമെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കേ. വാട്ട്? ഞാനോ? ഇനിയും ഞാനോ എന്ന് ചോദിച്ചാ തരും ഞാൻ. തെറ്റ് ചെയ്തത് നീയാണെങ്കിൽ അതിന് ക്ഷമ ചോദിക്കേണ്ടത് നീ തന്നെയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് പെരുമാറില്ല.